ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ തന്നെയാണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലു അർജുൻ ഷോ തന്നെയാണ് സിനിമ. 3 മണിക്കൂർ 21 മിനിറ്റിൽ 3 മണിക്കൂറും അല്ലു അർജുൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് പടം. അല്ലു അർജുൻ ഫാൻസിനെ ഒട്ടും നിരാശപ്പെടുത്താത്ത വിധത്തിൽ തന്നെയാണ് സുകുമാർ മേക്കിങ്ങും റൈറ്റിങ്ങും നടത്തിയിരിക്കുന്നത്. പുഷ്പ 1 എവിടെ നിന്നോ അവിടെ നിന്നാണ് പുഷ്പ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്റ്റോറിയിലേക്ക് ഇത് മാറുമെന്നുള്ള തോന്നൽ ഉളവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന പുഷ്പ 2 കുറച്ച് സമയം കൊണ്ട് തന്നെ പുഷ്പ 1ൻ്റെ അതേ പാറ്റേണിലേക്ക് മാറുകയാണ്. ഒരു മാസ് ആക്ഷൻ മസാല മൂവിക്ക് വേണ്ട എല്ലാ ചേരുവകളും കൃത്യമായ തോതിൽ ചേർത്ത് പാകം ചെയ്തെടുത്തൊരു സിനിമ തന്നെയാണ് പുഷ്പ 2. പുഷ്പ 2വിനെ ക്രിട്ടിക്കലി കീറിമുറിക്കാൻ നിന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു മാസ് ആക്ഷൻ പാൻ ഇന്ത്യൻ പടത്തോട് ചെയ്യുന്ന ക്രൂരതയാവും. ആക്ഷൻ, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, പഞ്ച് ഡയലോഗ്സിന് പഞ്ച് ഡയലോഗ്സ്, ത്രസിപ്പിക്കുന്ന മൊമെൻറ്റുകൾ, അതുപോലെ ചടുലമായ നീക്കങ്ങൾ, അങ്ങനെ ഒരു ആക്ഷൻ മാസ് മൂവിക്ക് വേണ്ടതെല്ലാം കൃത്യമായ അളവിൽ സുകുമാർ ഇതിൽ ചേർത്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ പെർഫോമൻസും 2 ഫൈറ്റ് സീനിലെ പെർഫോമൻസ് പ്രത്യേകിച്ച് എടുത്തു പറയാതെ വയ്യ. ത്രൂ ഔട്ട് അല്ലു അർജുൻ ഷോ തന്നെയാണ് പുഷ്പ 2. പടത്തിൽ ത്രൂ ഔട്ട് സുകുമാറിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുഷ്പ 1ലും ഇതേ പാറ്റേൺ തന്നെയാണ് സുകുമാർ ഫോളോ ചെയ്തിരുന്നത്. അതേ ഇമോഷണൽ കണക്ഷൻസ് ആളുകളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ സുകുമാർ ഒരു തരത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പുഷ്പ 1ന് ശേഷം അല്ലു അർജുൻ്റെ ക്യാരക്ടർ പുഷ്പരാജ് സിൻഡിക്കേറ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പുഷ്പരാജ് നേരിടുന്ന വെല്ലുവിളികളും തന്നെയാണ് സിനിമയുടെ ത്രൂ ഔട്ട് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ വരുന്ന ആക്ഷൻ സീനുകളും സോങ്സും പടത്തെ വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫെസ്റ്റിവൽ മോഡ് പടം കാണാൻ വേണ്ടി ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് പോകുന്ന പ്രേക്ഷകനെ ഒട്ടും നിരാശപ്പെടുത്താത്ത വിധത്തിലുള്ള കണ്ടന്റ് പാക്കിങ്ങുമായാണ് പുഷ്പ 2 നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റോളം വരുന്ന ഫസ്റ്റ് ഹാഫും അതേ ദൈർഘ്യത്തിലുള്ള സെക്കൻഡ് ഹാഫും ചേർന്ന് വരുമ്പോൾ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ ചില സമയത്ത് ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട്. ചില സമയങ്ങളിൽ മലയാളി പ്രേക്ഷകർക്ക് ഇമോഷൻസ് കറക്റ്റായി കണക്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട ഇടവരുത്തുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. എന്തായാലും ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കും ക്ലൈമാക്സിൽ പ്രേക്ഷകർക്ക് വേണ്ടി പുഷ്പ ഫാൻസിനോട് ഒരുക്കി വെച്ചേക്കുന്ന സസ്പെൻസും ഒരു തരത്തിൽ വർക്കാവുകയാണെങ്കിൽ ഒരു 1000 crore തിയേറ്റർ കളക്ഷൻ ഉണ്ടാകുന്നൊരു വലിയ പടമായി പുഷ്പ 2 മാറും. 3 മണിക്കൂർ 21 മിനിറ്റ് ലെങ്ത് ഒരു പ്രശ്നമായി തോന്നിയേക്കാമെങ്കിലും അവിടെ ഇവിടെയായി പടം ലാഗ് ആവുന്നുണ്ടോ ഡ്രോപ്പ് ആകുന്നുണ്ടോ എന്ന് തോന്നുമെങ്കിലും തൊട്ടടുത്ത മൊമെൻറ്റിൽ വളരെ എൻഗേജിംഗ് ആയി പടത്തെ വീണ്ടും ലെവലിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ അല്ലു അർജുന് സാധിക്കുന്നുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പുഷ്പ 2 ഇത്രയും വർഷം സമയമെടുത്ത് സുകുമാർ ഒരുക്കിയിരിക്കുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ആക്ഷൻ ഫൈറ്റ് സീനുകൾ, പ്രത്യേകിച്ച് 2 ആക്ഷൻ ഫൈറ്റ് സീനുകൾ എടുത്തു പറയണം. അമ്മൻകോവിൽ ഫൈറ്റ് സീനും അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റ് സീനും അതിഗംഭീരമായിരുന്നു. ആൻഡ് ഫഹദ് ഫാസിലിലേക്ക് വരികയാണെങ്കിൽ ഫഫ പുഷ്പ 1നേക്കാൾ കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പുഷ്പ 2വിൽ. പക്ഷേ മലയാളി പ്രേക്ഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന ലെവൽ ഫഹദ് ഫാസിലിനെ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ ക്ലൈമാക്സിൽ പുഷ്പ 3യുടെ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ പുഷ്പ 3 ദ റാംപേജ് വരുമ്പോൾ അതിൽ ഫഹദ് ഫാസിൽ കൂടുതൽ ശക്തമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുഷ്പ 3യിലേക്കുള്ള പ്രതീക്ഷയുമായി പടം എൻഡ് ചെയ്യുമ്പോൾ ഒരു വലിയ മാസ് വിജയവും ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആണ് പുഷ്പ 2യിലൂടെ അല്ലു അർജുന് ബോക്സ് ഓഫീസിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ മുൻപ് റിലീസ് ചെയ്തിട്ടില്ലാത്ത അത്രയും സ്ക്രീനുകളിൽ ഏകദേശം 12,000 സ്ക്രീനിലാണ് പുഷ്പ 2 റിലീസായിരിക്കുന്നത്. സ്വാഭാവികമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ആദ്യത്തെ കാര്യം ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡാണ്. മുൻപ് KGF 2ഉം ബാഹുബലി 2ഉം RRR ഒക്കെ മത്സരിച്ചതും അതിനുവേണ്ടിയാണ്. നിലവിൽ RRR ആണ് ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഏറ്റവും മുമ്പിൽ 223 കോടി. സ്വാഭാവികമായും പുഷ്പ 2 അല്ലു അർജുൻ ലക്ഷ്യം വെക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. വൈഡ് റിലീസിംഗിലൂടെ അത് പോസിബിൾ ആവുന്ന വിധത്തിൽ മാർക്കറ്റിംഗ് അതിനോടൊപ്പം തന്നെ മൗത്ത് പബ്ലിസിറ്റിയും കൂടെ ചേർന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ 300 crore എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ ഒരു കാൽക്കുലേഷൻ.